ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ ഇന്നലെ വിവോ 3 ഫോണുകൾ കൂടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അവർ ലോഞ്ച് ചെയ്ത 3 ഫോണുകൾ ഏതൊക്കെയെന്ന് പറയുകയാണെങ്കിൽ അവർ എക്സ് സീരീസിലെ പുതിയ ഫോണുകളായ വിവോ X60, X60 Pro, X60 Pro Plus ഈ 3 ഫോണുകളാണ് അവർ ഇന്നലെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. ഈ 3 ഫോണുകളുടെയും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ 3 ഫോണുകളിലെ ക്യാമറ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നേ വരെ കാണാത്ത ഒരുപാട് പുതിയതായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഈ ഫോണുകളിൽ ലഭ്യമാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഈ 3 ഫോണുകളുടെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിരിക്കും നമ്മളിവിടെ ചെയ്യുന്നത്. അതിലുപരി ഈ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ചില സംശയങ്ങൾക്കുള്ള ഉത്തരവും നമ്മളെ വീഡിയോ നമ്മൾ പറയുന്നതായിരിക്കും. അതായത് സാധാരണ വിവോ ഫോണുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ക്യാമറയ്ക്കായിരിക്കും അവിടെ മുൻതൂക്കം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ ഒരല്പം പിന്നോട്ടായിരിക്കും സാധാരണ വിവോ ഫോണുകൾ നിൽക്കാറുള്ളത്. എന്നാൽ ഈ 3 ഫോണുകൾ വിവോ അങ്ങനെ തന്നെയാണോ നിൽക്കുന്നത്? അതെല്ലാം നമ്മളുടെ വീഡിയോ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ അതിനെല്ലാമായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിനോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ 3 ഫോണുകളിൽ നിന്ന് ഓരോ ഫോണുകൾ എടുത്തിട്ട് ആ ഫോണിന്റെ റിവ്യൂവും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അടുത്ത ഫോണിലേക്ക് പോകാനാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. എന്നാൽ ഈ 3 ഫോണിന്റെ സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പല മേഖലകളിലും ഈ 3 ഫോണുകൾ ഏറെക്കുറെ ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ ഈ 3 ഫോണുകളിലും ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയുന്നതിനേക്കാളും നല്ലത് ഒരു കമ്പാരിസൺ രീതിയിൽ പറയുന്നതായിരിക്കും നല്ലതെന്നൊരു തോന്നലുണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 3 ഫോണുകളും ഏറെക്കുറെ ഒരു കമ്പാരിസൺ രീതിയിലായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ 3 ഫോണുകളുടെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ 3 ഫോണുകളിലും ഏറെക്കുറെ എക്സാക്ട് സിമിലർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ സെറ്റപ്പാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതായത് വിവോ X60 ആണെങ്കിലും X60 Pro ആണെങ്കിലും Pro Plus ആണെങ്കിലും നമുക്ക് ഈ 3 ഏകദേശം 6.56 ഇഞ്ചിന്റെ ഒരു ഫുൾ HD പ്ലസ് ആയിട്ടുള്ള ഒരു അമോലഡ് ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ 6.56 ഇഞ്ച് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ ഫുൾ HD പ്ലസ് ആയിട്ടുള്ള ഒരു അമോലഡ് ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ 3 ഫോണുകളിലും 120 ഹെർട്സിന് കൂടിയ സ്ക്രീൻ റിഫ്രഷ് പാനൽ ഇവിടെ ലഭിക്കുന്നുണ്ട്. അതിനോട് നമുക്ക് ഇവിടെ ഈ 3 ഫോണുകളിലും 240 ഹെർട്സിന് കൂടി ടച്ച് സാമ്പിളിംഗ് റേറ്റ് നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇനി ഇവിടെ എല്ലായിടത്തും നമുക്ക് 19.8:9 എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് റേഷ്യോ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് ഇവിടെ 92% മുകളിലായിട്ടുള്ള ഒരു സ്ക്രീൻ ടു ബോർഡ് റേഷ്യോ നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഈ 3 ഫോണുകളിൽ നമുക്ക് SD888 സപ്പോർട്ടും കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇനി ഈ 3 ഫോണുകളുടെയും റിയർ സൈഡിലെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഗ്ലാസിന്റെ ബിൽഡ് ക്വാളിറ്റി ഇവിടെ ലഭിക്കുന്നത്. ഇനി ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ X60 ആണെങ്കിലും X60 Pro ആണെങ്കിലും Pro Plus ആണെങ്കിലും നമുക്ക് ഈ 3 വളരെ മികച്ചായിട്ടുള്ള വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് X60 X60 Proയിലാണെങ്കിലും നമുക്ക് ഏകദേശം സെയിം ആയിട്ടുള്ള പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ലഭിക്കുന്നത്. അതായത് നമുക്ക് ഈ 2 ഫോണുകളിൽ സെയിം പ്രൊസസ്സറാണ് ലഭിക്കുന്നത്. അതായത് ഇവിടുത്തെ പ്രൊസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 870 ആണ്. ഈ സ്നാപ്ഡ്രാഗൺ 870 എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രൊസസ്സർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിവോ X60 X60 Proയിലാണെങ്കിലും നമുക്ക് വളരെ മികച്ചായിട്ടുള്ള നമുക്ക് നോർമൽ ലൈഫിൽ കാര്യമായ ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത വളരെ മികച്ച ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഈ 2 ഫോണുകളിൽ ലഭിക്കുന്നത്. ഇനി ഈ 2 ഫോണുകളിൽ നമുക്ക് LPDDR4X RAM ആണ് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ UFS 3.1 സ്റ്റോറേജ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ 2 ഫോണുകളിൽ നമുക്ക് ഫണ്ട് ചോയ്സ് 11.1 ആണ് ലഭിക്കുന്നത്. അക്കാരണത്താൽ തന്നെ നമുക്ക് ഈ 2 ഫോണുകളിലും ആൻഡ്രോയിഡ് 11 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് ലഭിക്കുന്നത്. ഈ 2 ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമായി വിവോ X60 Pro Plusലേക്ക് വരുമ്പോൾ ഇവിടുത്തെ പ്രൊസസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 888 ആണ് ലഭിക്കുന്നത്. ഈ സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രൊസസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിവോ X60 Pro Plusലാണെങ്കിലും നമുക്ക് യാതൊരു വിധത്തിലുള്ള പെർഫോമൻസ് ന്യൂനതയും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇനി ഈ ഫോണിൽ നമുക്ക് LPDDR5 RAM ആണ് ഇവിടെ ലഭിക്കുന്നത്. അതിനാണ് നമുക്ക് ഇവിടെ UFS 3.1 സ്റ്റോറേജ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിലെ OS എന്ന് പറയുന്നത് ഫണ്ട് ചോയ്സ് 11.1 ആണ്. അക്കാരണത്താൽ തന്നെ നമുക്ക് ഇവിടെയും ആൻഡ്രോയിഡ് 11 ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ നമുക്ക് ലഭിക്കുന്നത്. ഇനി ഈ 3 ഫോണുകളിലെ ബാറ്ററിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ വിവോ X60 വരാം. ഇവിടെ നമുക്ക് 4300 mAh ബാറ്ററി നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ 33 വാട്ട് ഫാസ്റ്റ് ചാർജ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി വിവോ X60 നിന്ന് X60 Proയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. അതായത് നമുക്ക് വിവോ X60 നമുക്ക് 4300 mAh ബാറ്ററി ലഭിച്ചിരുന്നത്. എന്നാൽ വിവോ X60 Proയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു 100 mAh കുറവായിട്ടുള്ള 4200 mAh ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെയും 33 വാട്ട് ഫാസ്റ്റ് ചാർജ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്.
ഇനി Vivo X60 Pro പ്ലസിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 4200 mAh തന്നെ അതേ സെയിം ആയിട്ടുള്ള ബാറ്ററി ലെവലാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ 55 വാട്ട് ഒരു ഫാസ്റ്റ് ചാർജ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ മൂന്ന് ഫോണുകളിലും നമുക്ക് ആ ഒരു പ്രൈസ് സെഗ്മെന്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ മികച്ചായിട്ടുള്ള ഒരു നല്ല ബാറ്ററി സെറ്റപ്പുകൾ തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ മൂന്ന് ഫോണുകളെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം Vivo X60 വരാം. ഇവിടെ നമുക്ക് റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 14 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. ആ മെയിൻ ക്യാമറയ്ക്ക് നമുക്ക് ഇവിടെ 13 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറയും ഒരു 13 മെഗാ പിക്സലിന്റെ പോർട്രേറ്റ് ലെൻസും നമുക്ക് Vivo X60 നമുക്ക് റിയർ സൈഡിൽ ലഭിക്കുന്നുണ്ട്. ഇനി സെൽഫിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി Vivo X60 നിന്ന് X60 Proയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 14 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. ആ മെയിൻ ക്യാമറയ്ക്ക് നമുക്ക് ഇവിടെയും 13 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറയും 13 മെഗാ പിക്സലിന്റെ പോർട്രേറ്റ് ലെൻസും നമുക്ക് ഇവിടെയും ലഭിക്കുന്നുണ്ട്. ഇനി സെൽഫിയുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഇവിടെ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി Vivo X60 നിന്ന് Vivo X60 Pro പ്ലസിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ക്യാമറയുടെ കാര്യത്തിൽ കാര്യമായ ഒരു ചേഞ്ച് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇവിടെ നമുക്ക് റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 14 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ഗിംബൽ ക്യാം ആണ്. സെക്കൻഡറി ക്യാമറ എന്ന് പറയുന്നത് GN1 സെൻസർ ആണ്. മൂന്നാമത് നമുക്ക് ഇവിടെ റിയർ സൈഡിൽ 32 മെഗാ പിക്സലിന്റെ പോർട്രേറ്റ് ലെൻസും ഏറ്റവും നാലാമതായിട്ട് നമുക്ക് ഇവിടെ 8 മെഗാ പിക്സലിന്റെ പെരിസ്കോപ്പ് ലെൻസുമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഈ പെരിസ്കോപ്പ് ലെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 60x ഹൈപ്പർ സൂമും നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഇനി ഈ ഫോണിന്റെ സെൽഫിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ Vivo X60 X60 Proയിൽ കണ്ട പോലെ തന്നെ ഒരു 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ തന്നെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ മൂന്ന് ഫോണുകളെ പ്രധാനപ്പെട്ട ക്യാമറ ഫീച്ചേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ മൂന്നിടത്തും നമുക്ക് ഗിംബൽ സ്റ്റെബിലൈസേഷൻ ഒക്കെ ലഭിക്കുന്നുണ്ട്. അതിനോട് നമുക്ക് ഈ മൂന്നിടത്തും നമുക്ക് അൾട്രാ എമൗണ്ട് തുടങ്ങി നമുക്ക് ഒരുപാട് പുതിയ ഫീച്ചറുകൾ നമുക്ക് ഈ മൂന്ന് ഫോണുകളിൽ ലഭ്യമാണ്. അപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ നമുക്ക് വേറെ ലെവലായിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ഈ മൂന്ന് ഫോണുകളിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണുകളിലെ മറ്റ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ മൂന്നിടത്തും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഫേസ് അൺലോക്ക് അടക്കം എല്ലാവിധ സെൻസറും പോർട്ടും കാര്യങ്ങളും നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഈ പ്രൈസിന്റെ കാര്യത്തിലേക്ക് അടക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം Vivo X60 നിന്ന് തുടങ്ങാം. ഇവിടെ നമുക്ക് രണ്ട് പേര് ലഭിക്കുന്നുണ്ട്. അതായത് ബേസ് വേരിയന്റ് ആയ 8GB 128GB പ്രൈസ് എന്ന് പറയുന്നത് 37,990 രൂപയാണ്. കൂടിയ വേരിയന്റ് ആയ 12GB 256GB പ്രൈസ് എന്ന് പറയുന്നത് 41,990 രൂപയുമാണ്. ഇനി Vivo X60 Proയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരൊറ്റ വേരിയന്റ് ലഭിക്കുന്നുള്ളൂ. അതായത് 12GB 256GB എന്ന് പറയുന്ന വേരിയന്റ് പ്രൈസ് എന്ന് പറയുന്നത് 49,900 രൂപയാണ്. ഇനി X60 Pro പ്ലസിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരൊറ്റ വേരിയന്റ് ലഭിക്കുന്നുള്ളൂ. അതായത് 12GB 256GB എന്ന വേരിയന്റ് പ്രൈസ് എന്ന് പറയുന്നത് 69,990 രൂപയുമാണ്. എന്റെ അഭിപ്രായത്തിൽ ഈ Vivo X60 സീരീസിലെ മൂന്ന് ഫോണുകൾ എന്ന് പറയുന്നത് ഒന്നിനൊന്ന് മികച്ചായിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഇനി നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, സാധാരണ Vivo ഇറക്കുന്ന ഫോണുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ക്യാമറയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടിരുന്നത്. അതായത് പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ അവർ മിക്കവാറും കേസുകൾ ഒരല്പം പിന്നോട്ട് ഇറങ്ങാറാണ് പതിവ്. എന്നാൽ അവർ ആ പതിവ് ഇവിടെ തെറ്റിച്ചിരിക്കുകയാണ്. അതായത് ഈ Vivo X60 സീരീസിലെ മൂന്ന് ഫോണുകൾ അവർ ഉപയോഗിച്ചിരിക്കുന്ന 5G പ്രൊസസർ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള വളരെ മികച്ചായിട്ടുള്ള പ്രൊസസറുകളാണ് അവർ ഈ ഫോണുകളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ Vivo X60 സീരീസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേയുടെ കാര്യത്തിലാണെങ്കിലും ക്യാമറയുടെ കാര്യത്തിലാണെങ്കിലും ബാറ്ററിയുടെ കാര്യത്തിലാണെങ്കിലും പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ മികച്ചു നിൽക്കുന്ന മൂന്ന് ഫോണുകൾ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതിലുപരി വീഡിയോ ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്ന വരെ